നമസ്കാരം. വിദേശ രാജ്യത്തേക്ക് ചേക്കേറാനുള്ള പ്രവണത മലയാളികൾക്ക് താരതമ്യേന കൂടുതലാണ്. ഭാഷയോ കാലാവസ്ഥയോ ഒന്നും ഒരു തടസ്സമായി നിൽക്കാറില്ല. ഇന്ന് സ്വിറ്റ്സർലൻഡിൽ കുടിയേറിയ കുറച്ച് മലയാളികൾ അവരുടെ ജീവിത അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഏവർക്കും യൂറോപ്പ് മലയാളി ജേണലിലേക്ക് സ്വാഗതം. സ്വിറ്റ്സർലൻഡിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്ക് എൻ്റെ വിനീത നമസ്കാരം. യൂറോപ്യൻ മലയാളി ജേണലിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മിസ്റ്റർ ശ്രീകുമാറിന് കേരള കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യൂറോപ്യൻ മലയാളി ജേണൽ പ്രോഗ്രാം ഞങ്ങളുടെ ക്ലബ്ബായ KCAC വഴി ഇവിടെ ഓർഗനൈസ് ചെയ്യുവാൻ മനസ്സ് കാണിച്ചതിന് ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ മിസ്റ്റർ ശ്രീകുമാറിന് നന്ദി പറയുന്നു. KCACയുടെ ഒരു സ്നേഹോപഹാരം മിസ്റ്റർ ശ്രീകുമാറിന് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്ലബിൻ്റെ സെക്രട്ടറി മിസ്റ്റർ ലാലു ചിറക്കലിനെ ഞാൻ ക്ഷണിക്കുന്നു. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഇത്രയും മലയാളികളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും കാലം ഒരു 2-2.5 വർഷമായി യൂറോപ്പ് മലയാളി ജേണൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂടുതലും പങ്കെടുത്തതെല്ലാം UK മലയാളികളായിരുന്നു. അപ്പോൾ സ്വിറ്റ്സർലൻഡിലും ഇങ്ങനെ മലയാളികളുണ്ടെന്നും അവരുടെ അനുഭവങ്ങൾ അറിയാനും മറ്റു മലയാളികൾക്ക് ധാരാളം ആഗ്രഹം ഉണ്ടാവണം. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ സ്വിറ്റ്സർലൻഡിലെത്തിയ ഒരാൾ ഇതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പേരെന്താണ്? ലൂയിസ് ഫിലിപ്പ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് കുറേ കാലങ്ങളായി. 32 വർഷം ഉണ്ടായത്. സ്വിറ്റ്സർലൻഡിൽ പോകണം, എൻ്റെ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെന്നാണ്, അത് ജോലിക്ക് കിട്ടണം, എന്താണ്? ശരിക്കും സ്വിറ്റ്സർലൻഡ് എന്ന് പണ്ട് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിൽ കരുതിയിരുന്നത് അതൊരു കടൽ തീരത്തെ ഏതെങ്കിലും ഒരു ഐലൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. 1978 ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് വരുമ്പോൾ ഇപ്പോൾ UK വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരുന്നാലും കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളികളാണ് എല്ലാം. ജർമ്മനിയിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ജർമ്മൻ ഭാഷ പഠിച്ചിട്ടായിരിക്കില്ലല്ലോ വരുന്നത്. ജർമ്മൻ ഭാഷ ചെറിയൊരു കോഴ്സ് എടുത്തേച്ചാണ് പോകുന്നത്. നാട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് ജർമ്മനി വന്നു കഴിഞ്ഞൊരു ചായ വേണം, വെള്ളം വേണം എന്നൊക്കെ പറയാൻ പഠിച്ചിട്ടാണ്, അത്യാവശ്യം പറയാനുള്ളതെല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ. അതിനുശേഷം ജർമ്മനി വന്നിട്ടൊരു കോഴ്സ് എടുത്തു. ഓക്കെ. കഴിഞ്ഞ് ഞാനവിടെ നാച്ചുറൽ മെഡിസിൻ പഠിച്ചൊരു 4 കൊല്ലം. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ സ്വിറ്റ്സർലൻഡും ഇപ്പോൾ ജർമ്മനിയായിട്ട് ഇവിടെയും ജർമ്മൻ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലേ? അതെ. സ്വിറ്റ്സർലൻഡിലും എൻ്റെ ഒരു നല്ല ഭാഗം ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് സണ്ണി കിരിയാന്തൻ എന്നാണ്. ഞാൻ 1969 ജർമ്മനിയിൽ വന്നപ്പോൾ മലയാളികൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കറിയാവുന്ന, ഞാനും എൻ്റെ ബ്രദേഴ്സും കൂടിയാണ് വന്നത്, ഞങ്ങൾക്കറിയാവുന്നതായിട്ടുള്ള ഒരേ ഒരു ജർമ്മൻ വാക്ക് ഡാങ്കിഷേ എന്നായിരുന്നു. എന്ത് പറഞ്ഞാലും നന്ദി പറയുക. പാല് വേണമെങ്കിൽ ഇതേ പറയത്തുള്ളൂ. അതെ, നന്ദി പറയുക. എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? നന്ദി. ഓ, എവിടെ ചെന്നാലും നമ്മൾ നന്ദി പറഞ്ഞിട്ടേ കാര്യം ചെയ്തുള്ളൂ അല്ലേ? അതെ. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭാഷ അറിയാൻ പാടാത്തതിൻ്റെ പേരിൽ ജർമ്മൻകാർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ജോലികളൊക്കെ തന്നെ അത്ര ക്ലിയർ ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ അവർ ഞങ്ങളെ വഴക്ക് പറയും. പറയുമ്പോൾ ഞങ്ങൾ ചിരിച്ചിട്ട് ഇവര് വഴക്ക് പറയും. ചിരിച്ച് പുഞ്ചിരിച്ചിട്ട് പറയും ഡാങ്കിഷേൺ. അപ്പൊ അവര് തന്നെ ചിരിക്കും. അവർ വിചാരിക്കും ഇവരോട് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. അങ്ങനെ ഞങ്ങൾ നന്ദി പറയുന്ന ആൾക്കാർ മലയാളികളാണെന്ന് വിചാരിച്ചു കാണും. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹം കൊണ്ട് ജർമ്മൻകാരെ കീഴടക്കി. അല്ല, ഇത് ഭയങ്കര സ്നേഹമല്ലേ? അടിക്കാൻ പറ്റുന്നവർക്ക് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം എന്ത് സംഭവിക്കാനാ? അതെ. അങ്ങനെ ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നവരും എല്ലാവരും തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞു ഞങ്ങൾ ആദ്യം ജർമ്മൻ ഭാഷ പഠിച്ചു. പക്ഷേ ജർമ്മൻകാർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ഹെൽപ്പിംഗ് മനോഭാവമുള്ളവരായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നല്ലോ. 2ാം ലോക മഹായുദ്ധമൊക്കെ നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ ആ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ പഠിച്ചു, അവർ മര്യാദ പഠിച്ചു. മര്യാദ പഠിച്ചു.
അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഞാനൊരു 8 വർഷം അവിടെ ഉണ്ടായിരുന്നു, ജർമ്മനിയിലുണ്ടായിരുന്നു. അതിനുശേഷം 1977 ഇവിടെ ബാസലിൽ വരിക. ബാസലിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ പെൻഷൻ പറ്റുന്നവരെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ക്ലിനിക്കിൽ സൈക്കാട്രി വകുപ്പിൽ ജോലി ചെയ്തു. ഇപ്പോൾ പെൻഷൻ പറ്റി ദൈവസഹായത്താൽ വളരെ അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ 1974 സ്വിറ്റ്സർലൻഡിൽ എത്തിയതാണ്. നേരിട്ട് സ്വിറ്റ്സർലൻഡിൽ ജർമ്മനിയിൽ പോയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ സ്വിറ്റ്സർലൻഡിലെ സീനിയർ മോസ്റ്റ് ഞാൻ തന്നെ ആയിരിക്കും ഇപ്പോൾ. സീനിയർ മോസ്റ്റ് പറയാൻ പറ്റില്ല. അല്ല, ഏജിലല്ല എങ്കിലും ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ജീവിച്ച ഏറ്റവും അധികം നാളും ജീവിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഇവിടെ വന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. വളരെ ലവബിൾ പീപ്പിൾ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ 78 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഇവിടെ ബേണിലാണ് വന്നത്. ബേൺ ക്യാപിറ്റൽ ആണ് വന്നത്. അവിടെ പ്രയാസമൊന്നും ഉണ്ടായില്ല. ഇവിടുത്തെ ലിംഗ്വ സ്കൂളിൽ പോയി ജർമ്മൻ ഭാഷ പഠിച്ചു. നിയർ ബൈ ജോലി. അല്ല, ഇവിടെ പറഞ്ഞു ജർമ്മൻകാരെല്ലാം നല്ല ആൾക്കാരാണെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സ്വിറ്റ്സർലൻഡിലെ ആൾക്കാർ? എങ്ങനെയുണ്ട്? നല്ല ആൾക്കാർ? വളരെ നല്ല ആളുകൾ, വളരെ സൈലന്റ് ആയ ആളുകൾ. ഒരു കുറ്റവും പറയാനില്ല. 4 കുടുംബങ്ങൾ കൂടിയിട്ട് ആനേനെ കാണാൻ പോയ ഒരു കഥയുണ്ട്. ചിലവർ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആന പറന്നെന്ന് പറഞ്ഞു. അപ്പോൾ വാല് പിടിച്ചവർ പറഞ്ഞു ആന അങ്ങനെ പറന്നതല്ല, ഒലയ്ക്ക പോലെ ഇരിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരി പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഞങ്ങളീ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇതിനെ, അല്ലാതെ നമുക്കൊരു പൊതുവായ അഭിപ്രായം കിട്ടുക എന്നുള്ളതാണ്. ഒരാളിന് നല്ലത് ഒരാളിന് മോശമെന്ന് പറഞ്ഞാലും ഞങ്ങളതെന്നൊരു കാര്യം മനസ്സിലാക്കുമല്ലോ ജനറലായിട്ട്. ഇത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ പേര് സാജൻ പെരേപ്പാടൻ. ഞാൻ ഇപ്പം സണ്ണിച്ചേട്ടനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാം തലമുറ എന്ന് പറയാം. അവിടുത്തെ 1969 കേട്ടോ, 2ാം തലമുറയ്ക്ക് അത്ര ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. അല്ല, ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നതാണ്. സണ്ണിച്ചേട്ടനൊക്കെ വന്ന് ഒരു തലമുറ കഴിഞ്ഞാണ് ഞങ്ങളൊക്കെ വന്നതെന്നാണ് ഉദ്ദേശിച്ചത്. നാട്ടിൽ നിന്ന് തന്നെ വന്നതാണ്. ഇപ്പോൾ സണ്ണിച്ചേട്ടൻ 1969 ഇവിടെ വന്നെന്ന് പറഞ്ഞു. ഞാൻ 68 ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പക്ഷേ സണ്ണിച്ചേട്ടനൊക്കെ അഭിമുഖീകരിച്ച അതേ പ്രശ്നങ്ങൾ ഞങ്ങളിവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഈ വളരെ ഭംഗിയായിട്ട് നമ്മൾ പറയുമെങ്കിലും ജർമ്മൻകാരും സ്വിറ്റ്സർലൻഡുകാരും ഭാഷ നമുക്കറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ വന്ന കാലങ്ങളിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഭാഷ പഠിച്ചു. നന്ദി എന്ന് പറയുന്ന വാക്ക് പഠിച്ചു. നന്ദി എന്നുള്ള വാക്കും പഠിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ആകപ്പാടെ അറിയാവുന്നത് മൈൻ കാംഫ് എന്ന് പറഞ്ഞ 2 വാക്ക് മാത്രമേ എനിക്ക് ജർമ്മൻ ഭാഷയിൽ അറിയാവൂ. അതെന്താ അതിന്റെ അർത്ഥം? എന്താ? അത് സത്യത്തിൽ ഹിറ്റ്ലർ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ്. നമ്മൾ ഹിറ്റ്ലർ ആളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ നാട്ടിൽ നിന്ന്. ഭാഷ ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. എൻ്റെ പേര് പോൾ കിടങ്ങത്ത് പറമ്പിൽ. ഞാനിവിടെ വന്നിട്ട് 32 വർഷം കഴിഞ്ഞു. ആദ്യമായിട്ട് വന്ന എൻ്റെ വൈഫാണ്. വൈഫ് ഈ പറഞ്ഞ പോലെ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയതാണ്. നേഴ്സിംഗ് സ്കൂൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ ഡയറക്റ്റിംഗ് കൊണ്ട് പോകുന്നതാണ്. കാലഘട്ടങ്ങളിലും ഇവിടെ നേഴ്സിന്റെ ജോലിക്ക് ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു. ഇവിടെ ആരും തന്നെ അങ്ങനെ പിടിച്ച് ഇറങ്ങുന്ന കൂട്ടത്തിലല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ജോലിയെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു. അന്ന് കാലത്ത് ഒരു ജോലി വിട്ട് രാവിലെ ആ ജോലി വേണ്ടാന്ന് വെച്ച് ഉച്ചയ്ക്ക് അടുത്ത ജോലിക്ക് കയറാവുന്ന അത്രയും ജോലി സാധ്യതകൾ കൂടുതലായിരുന്നു. ജനസംഖ്യ വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് മലയാളികളെ എണ്ണം കുറവായിരുന്നു. അന്ന് ഞാൻ വരുന്ന കാലത്ത് ഏതാണ്ട് 290-300 ഇടയ്ക്ക് മലയാളികൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ധാരാളം ആൾക്കാരുണ്ടായി. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? വന്നിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആദ്യ തലമുറയ്ക്ക് ആദ്യം വന്ന കുറേ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രണ്ടാമത് വരുന്നവർക്ക് ഉണ്ടാവുന്നില്ല. ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ UK-യിലെയും ഇവിടത്തെയും എന്ന് പറഞ്ഞാൽ, UK-യിൽ ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു. ഒരു പക്ഷേ ഒരു വീട്ടിൻ്റെ പാലുകാച്ചം എന്നൊക്കെ പറയുമല്ലോ, ഹൗസ് വാമിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആൾക്കാരെല്ലാം പോയി ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന, കുക്ക് ചെയ്യുന്നതൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ UK-യിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്, എല്ലാം ഫുഡ് ഓർഡർ ചെയ്യുന്നൊരവസ്ഥയാണ്. ഇവിടെ വന്നപ്പോൾ വളരെ വ്യത്യാസമായിട്ട് കണ്ടത് ഇപ്പോഴും ഇവിടെ അതാണ് നടക്കുന്നതെന്ന് പറയുന്നു അല്ലേ? എല്ലാവരും വീട്ടിലും എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ പോയി സഹകരിക്കുന്ന, എന്താ പറയുന്നു അതേക്കുറിച്ചിട്ട്? എൻ്റെ പേര് റീന. ഞാൻ ഇവിടെ വന്നിട്ട് 20 വർഷമായി. 20 വർഷമായി. ഇവിടുത്തെ കൂട്ടായ്മ വളരെ എടുത്തു പറയേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളും അവരുടെ ഫാമിലിയും വന്നെല്ലാം കുക്ക് ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും. അത് കൊള്ളാമല്ലോ.
അതായത് നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നും വേണേ പാർട്ടി നടത്താം. മറ്റ് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഓസ്ട്രിയക്ക് പോയിരുന്നു ഒരു വർഷം. ഓസ്ട്രിയയിൽ എങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ? ഓസ്ട്രിയയിൽ ഞാൻ ചെന്നിട്ട് ആദ്യം അവിടെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് അവിടേക്കാണ് പോയത്. അപ്പൊ അതുകൊണ്ട് അത്ര നമുക്ക് അധികം പരിചയമില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഫാമിലി, പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് ഒത്തിരി പേര് ഞങ്ങൾക്ക് കൂട്ടായത്. അല്ല, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ഇങ്ങനെ ഫാമിലികൾ കൂട്ടായ്മയായിട്ട് കുക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നാട്ടില് ഓണക്കാലത്തൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ ഈ ഒരു കൂട്ടായ്മ യൂറോപ്പിലുള്ള ആൾക്കാരെങ്കിലും ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പറയും. എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ സ്വിറ്റ്സർലാൻഡിലെ ഒരു ചെറിയ ഒരു ജീവിതശൈലി ഒരു കൂട്ടായ്മ സാറ് നേരത്തെ ചോദിച്ച ഇതുപോലെ ഞാൻ ഇപ്പൊ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാ വന്നിരിക്കുന്നത്. ചെന്നിട്ട് വേണം അരിയിടാനായിട്ട്. ചോറ് വെക്കിന്റെ ഡ്യൂട്ടി എനിക്കാ. അത് ശരി. വീട്ടില് ഞാൻ അത്ര അല്ല, ഞാൻ പറയുന്നത് അത്ര തിരക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ എനിക്ക് കണ്ടൊരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ UK നോക്കുകയാണെങ്കിൽ ഒരു ഫ്രൈഡേ ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ലഞ്ച് ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരക്ക് പിടിച്ചോടെയാണ് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നലെ ഫ്രൈഡേ ഇവിടെ ചുമ്മാ നടക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് എല്ലാവരും വളരെ സൗമ്യമായിട്ട് ഒരു ചായ കുടിച്ച് റോഡിലൊക്കെ ഇരിക്കുകയും കഥകൾ പറഞ്ഞ് നടക്കുന്ന ഒരു സൗമ്യത ഫീൽ ചെയ്തു. പിന്നെ എങ്ങനെയാണ് അടുപ്പത്ത് വെള്ളം ചൂടാക്കിയിട്ട് വന്നതെന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഒരു മണി വരെ അവിടെ വർക്ക് ഉണ്ടായിരുന്നു. ഈ കൂട്ടായ്മ എത്ര കാലം നിലനിൽക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ കണ്ടീഷനിൽ ഒരു 10-30 കൊല്ലം ഇങ്ങനെ നീങ്ങിയതായിട്ട് എനിക്ക് നല്ല അനുഭവം ഉണ്ട്. പിന്നെ സ്വന്തം വീട്ടിൽ വെള്ളം ചൂടാക്കി? സ്വന്തം വീട്ടിലല്ല. സാറ് നേരത്തെ ചോദിച്ച ഹൗസ് വാമിംഗ് ഉണ്ടല്ലോ, അതിനാണ് ഇപ്പൊ ഈ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് വന്നിരിക്കുന്നത്. ഇപ്പൊ 1 മണിക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ ചെന്നിട്ട് വേണം അരിയിടാനായിട്ട്. അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വളരെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വളരെയധികം നേട്ടങ്ങളുണ്ട്. എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ നടക്കണ്. അതുമാതിരി തന്നെ ജനങ്ങളുടെ കൂട്ടായ്മ, ഇവരെ കണ്ട് പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. രാജ്യസ്നേഹം, അതൊക്കെ നമ്മൾ നമുക്ക് ഇല്ലാത്ത പല നല്ല ഗുണങ്ങൾ ഇവർക്കുണ്ട്. പിന്നെ ഞാനിപ്പോൾ 83 ആദ്യമാണ് ഞാനിവിടെ എത്തിയത്. പിന്നെ ഉടനെ നാടകങ്ങളൊക്കെ ആയിട്ട് പോൾ കടങ്ങത്ത് പറമ്പിൽ എന്നെ കലാകാരനാണ്. അതെ, നാടകം മാത്രമല്ല, മാസ്റ്റർ ഓഫ് നൺ എന്ന് പറഞ്ഞ പോലെ കൈവയ്ക്കാത്ത മേഖലകളില്ല. ഭാഷ അതുമാതിരി ഡിഫറെന്റ് ലാംഗ്വേജ്. ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നു. എനിക്ക് മറാഠി, ഗുജറാത്തി, ഹിന്ദി ഇതൊക്കെ അറിയാം. താങ്കളെ കുറിച്ച് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് നേരത്തെ ഒന്ന് കേട്ട കാര്യം പറയട്ടെ. ഇവിടുത്തെ സ്ഥിരം മാവേലിയാണെന്ന്. അതെ, ഞാൻ 64 പ്രാവശ്യം മാവേലിയായി. 64 ഓണം ഉണ്ട് കാണത്തില്ല. 63 ഓണം ഞാൻ കൊണ്ടിട്ടുള്ളൂ. പക്ഷെ 64 പ്രാവശ്യം മാവേലിയായി. പക്ഷെ അതില് എന്റെ ഗുരുഭക്തി, പോൾ സാറിന്റെ ഒക്കെ ഗുരുഭക്തി, അതുമാതിരി എൻ്റെ അമ്മയോടുള്ള മാതൃഭക്തി എല്ലാം ഈശ്വര. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താങ്കളാണ് എല്ലാ സ്ഥലത്തും മാവേലി ആവുന്നെങ്കിൽ സ്വിറ്റ്സർലൻഡിലുള്ള എല്ലാ മലയാളികളും വിചാരിക്കുന്നത് മാവേലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ. ആയിരിക്കും. ഞങ്ങളവിടെയൊക്കെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഓരോ ഓണാഘോഷത്തിനും ഓരോ സൈസ് മാവേലിയാണ്. ഇവിടെ വേറെ ഇതാണ് ഏറ്റവും വലിയൊരു ഗുണം. അതായത് ഓണം പലതാണെങ്കിലും മാവേലി ഒന്ന് മതി എന്നുള്ള അത് നന്നായി. ഒരു ഐക്യതയുണ്ട്. അതിലൊരു ഐക്യമുണ്ട്. അപ്പൊ പല കാര്യങ്ങളിലും ഐക്യം കാണുന്നുണ്ട്. സാധാരണ യൂറോപ്പിൽ കേട്ടുവരുന്നത് ധാരാളം സംഘടനകളുണ്ട്. സംഘടനകൾ തമ്മിൽ വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. ഒരു മാവേലി തന്നെ എല്ലായിടത്തും വിളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഐക്യത കാണുന്നുണ്ടല്ലോ. ആ ഐക്യത എനിക്കറിയില്ല. ഇവര് എന്ത് വടംവലിയൊക്കെ തന്നെ ഉണ്ടായാൽ തന്നെ എന്നെ അവര് സ്വീകരിക്കും മാവേലിയായിട്ട്. അപ്പൊ ഞാനത് എന്തുകൊണ്ടാണ്, എന്റെ വിനയമാണോ എളിമയാണോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ ഷേപ്പ് ആയിരിക്കും. അതെ ആയിരിക്കാം. അപ്പൊ അതിന് ഒത്തണിഞ്ഞ ആളായതുകൊണ്ടായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, അത് എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡിൽ ആൾക്കാർക്ക് ഓണം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് താങ്കളുടെ മുഖമായിരിക്കും ഓർമ്മ വരുന്നത് കേട്ടോ. തീർച്ചയായിട്ടും. കാര്യം മാവേലി വരുന്നതാണല്ലോ ഓണത്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ സ്വിറ്റ്സർലൻഡിൽ വന്നതുകൊണ്ട് താങ്കൾ ഹാപ്പിയാണ്. അപ്പൊ നാട്ടിലായിരുന്നെങ്കിൽ വേറെ പല രീതിയിലും ആയിപ്പോയനെ അല്ലേ? വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, കടം കൊണ്ട് ജീവിക്കുന്ന ഒരു കൃഷിക്കാരനായിട്ട് ജീവിക്കേണ്ട, ഒരു ചെറിയ വാദ്യാരായിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടായിരുന്നു എനിക്ക്. പക്ഷെ വടക്കേന്ത്യയിലായിരിക്കുമ്പോൾ നല്ല ജോലിയായിരുന്നു. പിന്നെ ഉള്ള
വസ്തുക്കൾ വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിൽ നിൽക്കുന്ന അവസരമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ അതുകൊണ്ടൊന്നും അഷ്ടിപുഷ്ടി കടകളൊന്നും തീരില്ല. നാട്ടിൽ ആ വസ്തുക്കൾ ഇപ്പോഴും ഉണ്ടോ? അത് നിലനിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ല, ഇതിപ്പോ ഒന്നും ചെയ്യണ്ട. നാട്ടിൽ പോയി 10 സെന്റ് പെരേടം വിറ്റ് കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിയാം. വിലയാണ്. അതിനുള്ള തരികാടിയും ട്രിക്കും പഠിക്കണം. അല്ലാതെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ കളി പഠിക്കും. അങ്ങനെയുണ്ട്. അങ്ങനെയാണ്. നേരെ കളി പഠിപ്പിക്കും. നേരായ വഴിക്കൊന്നും നാട്ടിൽ ഒരു കാര്യം നടക്കില്ല. അപ്പൊ ആ പുരയിടം വിൽക്കാൻ പോകാനും പേടിയാണ്. അതെ അതെ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ LIC ഇങ്ങനെ പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏത് വിധത്തിൽ ഇവനെ കുടിക്കലാക്കണം എന്നുള്ള ഒരു ഇതില് അങ്ങനെ ചില ചൂണ്ടിട്ട് മീനെ പിടിക്കുന്ന മാതിരി അവര് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒപ്പിടിച്ച് മേടിക്കും. മാവേലിക്ക് പേടിയാണെങ്കിൽ ഞങ്ങളെ പോലുള്ളത് എന്ത് ചെയ്യും? എൻ്റെ പേര് അനിൽ ചക്കാലിക്കൽ. ഞാനിവിടെ വന്നിട്ട് 2003 എത്തിയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരിടയ്ക്ക് കുറച്ച് പേര് കുടിയേറിയായിരുന്നു. ഓസ്ട്രിയയിൽ നിന്ന് കുറേ ആൾക്കാർ ആ സമയത്ത് 2000-നോടനുബന്ധിച്ച് കുറച്ച് പേര് കുടിയേറിയായിരുന്നു. അതിൽ പെട്ട ആണ്. ആദ്യമായി ഏഷ്യനെറ്റിന് ശ്രീകുമാർ സാറിനോടും സിബിനോടും ഇങ്ങനെ ഒരു ചാൻസ് ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വിറ്റ്സർലൻഡിലെ ജീവിതത്തിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് കണ്ടിട്ടുള്ളത്. നേരെ പോകുന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ ഓഫീസിൽ പോയാലും ഒരു വിവേചനം ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഭാഷ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും അവിടുത്തെ ഭാഷ നമ്മൾ കൈവശമാക്കാതെ നമുക്ക് അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിലേക്കായാലും നമ്മൾ ഭാഷ പഠിക്കാൻ നിർബന്ധിതരായി തീരാണ്. അത് എല്ലാ മലയാളികളുടെ ജീവിതത്തിൽ അത് തന്നെയാണെന്ന് തോന്നുന്നു. പ്രവാസി മലയാളികൾക്ക് ഇത് വിധിക്കപ്പെട്ടതാണ്. സത്യത്തിൽ ഇവിടെ നാട്ടിലേക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ സത്യമാണ്. ഇവിടെ ചില സംഘടനകൾ 1000 പേർക്ക് വരെ ഇതുപോലത്തെ കൂട്ടായ്മയിൽ സദ്യ ഒരുക്കി വിളമ്പി കൊടുത്ത് നടത്തുന്ന ഓണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ എല്ലാവരും കൂടി കുക്ക് ചെയ്ത് ഫുൾ നൈറ്റിൽ കുക്ക് ചെയ്ത് എല്ലാവരും കൂടി വിളമ്പി കൊടുത്ത് സന്തോഷത്തോടെ പിരിയുന്ന. പ്രത്യേകിച്ച് പിന്നെ വേറൊരു പ്രത്യേകത പറയേണ്ടത്, പല സ്ഥലങ്ങളിലെ പ്രവാസി സംഘടനകൾ തമ്മിലുള്ള ശത്രുതാ മനോഭാവം ഇവിടെ ഇല്ല. മിക്ക സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ഈ പറഞ്ഞ പോലെ മറ്റു സംഘടന ഓണം നടത്തുമ്പോൾ ഈ സംഘടനയിലെ ആളുകൾ അങ്ങോട്ട് പോയി സഹകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സഹകരിച്ച് അങ്ങനെ വളരെ ഒരു നല്ല രീതിയിൽ പോകുന്നു. അല്പസ്വല്പം ചിലർ പ്രോബ്ലംസ് എല്ലാം എവിടെയെങ്കിലും കാണും. അത് ഇല്ലെങ്കിൽ പിന്നെ മലയാളികളല്ല എന്നുള്ളതാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ജീവിതം വളരെ സന്തോഷപരമായും ഒരു നല്ല നിലയിൽ ജീവിച്ചു പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. രീതികളും ശൈലികളും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. സ്വിറ്റ്സർലൻഡിനോട് നമ്മൾ നന്ദി പറയേണ്ടതാണ്. കാരണം അവർ നമ്മളങ്ങനെ വിവേചനപരമായിട്ട് കാണുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാട്ടിലോട്ട് ചെന്ന് ഇപ്പോൾ നാട്ടിലൊരു ബിസിനസ് തുടങ്ങാനോ ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ നേരെ പോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ നേരെ വാ പറ്റില്ല, നേരെ പോ പറ്റും. ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന പല പ്രോബ്ലം ഇത് തന്നെയാണ്. എനിക്ക് തോന്നാറുള്ളത്, നമ്മളിപ്പോൾ കേരളീയരെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അല്ലേ? വിദേശത്ത്. അപ്പോൾ അവരെല്ലാം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. മൈൻഡ് ഒരുപാട് ഡെവലപ്ഡ് ആയി. ഫസ്റ്റ് നേരെ പോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ ചേഞ്ചസ് നമ്മളെ കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല? അറിയുന്നില്ല. കാരണം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ശരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ എമർജിങ് കേരള അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യമുള്ള റോഡുകളോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയി കാര്യങ്ങൾ നടത്താനുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ അങ്ങനെയുള്ള ബേസിക് സിസ്റ്റംസ് തന്നെ അവിടെ ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ ചർച്ചകളിൽ താങ്കൾ നേരത്തെ പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഈ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു, ഈ സംഘടനകളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. എൻ്റെ പേര് കുഞ്ഞുമോൻ ചരുവിള. ഞാനിവിടെ ബേണിനടുത്ത് ബീലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഓക്കെ. ഞങ്ങളുടെ ബേണിലൊരു സംഘടനയുണ്ട്, കേരള സമാജം എന്നാണ് സംഘടനയുടെ പേര്. കേരള സമാജം ഇപ്പോൾ 8 വർഷം കൊണ്ട് നടത്തിക്കൊണ്ട് വരുന്നു. അതിനകത്ത് പല പ്രാവശ്യം പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ, ഇപ്പോൾ സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞപ്പോൾ കേരള കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് പോണ്ട
എന്ന് തോന്നിയില്ല? അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും തോന്നാറില്ല. ഞങ്ങളുടെ കൂട്ടുകാരാണ് എല്ലാവരും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂട്ടുകാരാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ഒരു പ്രോഗ്രാം തീരുമാനിക്കുമ്പോൾ സമയത്ത് തന്നെ അടുത്തുള്ള സംഘടനകളുടെ പ്രസിഡന്റോടോ സെക്രട്ടറിയോടോ ആരെങ്കിലും കൂടെ വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ അടുത്ത പ്രോഗ്രാം ഇനി എന്നാണ്. ഉദാഹരണത്തിന് ഓണം, നമുക്കിവിടെ 4 ഓണമേ ഒരു മാസത്തിലാണെങ്കിൽ 4 ആഴ്ചയുള്ളൂ. ഏതെങ്കിലും 4 ഓണമേ നമുക്കിവിടെ നടത്താൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഓരോ ദിവസം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, നിങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും, ഞങ്ങളുടെ അടുത്ത വർഷത്തിലെ ഓണം ഇപ്പം സെപ്റ്റംബർ 7-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതിയാണ്, നിങ്ങൾക്ക് എന്നാണ് സൗകര്യം എന്ന് ചോദിക്കും. അന്നേരം അവർ മിക്കവാറും ഉള്ള സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ അവസാനം രക്ഷയില്ലാതെ വരുമ്പോൾ 5-8 സംഘടനകളൊക്കെ ആയി കഴിയുമ്പോൾ അതിന് ഏതെങ്കിലും 1-2 സംഘടനകൾ ഒരുമിച്ച് ഒരു ഓണമൊക്കെ നടത്തേണ്ടി വരും. പക്ഷെ അത് വളരെ ദൂരമായിരിക്കും, അടുത്തടുത്തായിരിക്കും. 2 ദിവസം അല്ല 2-3 ആൾക്കാർ ഒരു ദിവസം ഓണം ആഘോഷിച്ചാൽ മാവേലി പെട്ടുപോകത്തില്ലേ? അല്ല, ഈ മാവേലി മാത്രമല്ല, ഈ പറയുന്നതിലെ ഞങ്ങൾക്ക് മാവേലി വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ സംഘടനയിൽ പുള്ളി ഇതുവരെ മാവേലിയായിട്ട് അഭിനയിച്ചിട്ടില്ല. ഞാനും മാവേലിയായിട്ട് ആയിട്ടുണ്ട്. ഞാനും മാവേലിയായിട്ടുണ്ട്. ചാൻസ് കൊടുക്കൂ. ഞങ്ങളിവിടെ വളരെ സൗമ്യമായിട്ടും. താങ്ക് യു. അല്ല, ഇതൊക്കെ നമ്മളിപ്പോൾ യൂറോപ്പ് മലയാളി ജേണൽ എന്ന് പറയുന്ന യൂറോപ്പിലെ മലയാളികളെ എല്ലാവരുടെയും കാര്യങ്ങൾ പരസ്പരം അറിയാനുള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ. ഇപ്പം ഞാൻ അറിയുന്നതിനോടൊപ്പം നമ്മളെ നാട്ടുകാരെല്ലാം അറിയുകയാണ് ഇവിടെ സ്വിറ്റ്സർലൻഡിലെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു മറ്റൊരു സംഘടനയുടെ വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. എൻ്റെ പേര് ജോസ് വള്ളാടിയിൽ, വേൾഡ് മലയാളി കൗൺസിൽ സ്വിസ് പ്രൊവിൻസിൻ്റെ സെക്രട്ടറിയാണ്. വിവിധ സംഘടനകൾ ഈ രാജ്യത്തുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം നയപരമായ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ അവരുടെ പ്രവർത്തന മേഖലയിലോ വ്യത്യാസങ്ങളുണ്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതുമാത്രവുമല്ല, ഒരു വ്യക്തി സ്വിറ്റ്സർലൻഡിൽ പല സംഘടനകളിലെയും മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനകളെല്ലാം തമ്മിൽ പരസ്പര ധാരണയിലും ഒരു ബന്ധമുണ്ട്. ഇപ്പോൾ സിബി ഈ ക്ലബിൻ്റെ പേരിൽ വിളിച്ചപ്പോഴും ഇവിടെയുള്ള പല സംഘടനയിൽപ്പെട്ട ആൾക്കാർ വന്നു. കാരണം അത് ക്ലബിൻ്റെ പേരെന്നുള്ളതൊന്നുമല്ല, പരസ്പരം സഹകരിക്കുന്ന ഒരു അന്തരീക്ഷം. ഒരേ പരിപാടി നടക്കുന്നത് ഇവിടെ ഓണം മാത്രമാണ് ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോലെ 4 ഓണം നടക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ഒരു ആവശ്യവുമാണ്. കാരണം ഒരു ഓണം നടത്തുകയും 3000-4000 പേര് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കലാപരിപാടികൾ അത്രയും ആളുകൾ ഒരുമിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 3 അല്ലെങ്കിൽ 4 ഓണങ്ങൾ നടക്കുന്നു. ഓരോ സ്ഥലത്തും 400 അല്ലെങ്കിൽ 500, 600, 700 ഇങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു. ചിലപ്പോൾ ഒരാൾ തന്നെ പല ഓണങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ ഇപ്പോൾ സംഘടനകൾ എത്രത്തോളം വരുന്നത് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ നമുക്ക് എപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ 5000 മെമ്പറുള്ള ഒരു സംഘടനയെന്ന് പറയുമ്പോൾ 5000 ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. അതിൽ പല പല ഗ്രൂപ്പുകൾ ഏതായാലും ഉണ്ടായേ മതിയാവും. അതേക്കാൾ നല്ലതാണ് ഇപ്പോൾ 100-200 മെമ്പറൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ബെറ്റർ, പരസ്പരം ഒരേ കാഴ്ചപ്പാടുള്ളവർക്ക് വേദിയാണത്. തീർച്ചയായിട്ടും. മാത്രമല്ല കലാപരിപാടികൾ നടത്തുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു സംഘടനയിലായി കഴിഞ്ഞാൽ അവരെല്ലാം കുട്ടികൾ കലാപരിപാടികൾ നടക്കണമെങ്കിൽ ഒരു 15 മണിക്കൂറെങ്കിലും സമയം വേണ്ടി വരും. അതൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ പല സംഘടനകൾ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പരസ്പര ധാരണയിൽ പോകുമ്പോൾ കുറെ കൂടെ നല്ലതാണ്. ആ കാഴ്ചയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ജോബിൻസൺ കൊറ്റത്തിൽ. ഞാൻ 1990 സ്വിറ്റ്സർലൻഡിൽ എത്തിയതാണ്. അതായത് 22 വർഷമായി. ഇപ്പം 2 കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മലയാളികൾ വന്നു കഴിഞ്ഞപ്പം ജീവിതത്തിലുണ്ടായ ഒരു വ്യത്യാസം. ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് മാത്രമേ ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ നിന്ന് ഇവിടേക്ക് അല്ലെന്നൊരു മറ്റേതെങ്കിലും ഒരു യൂറോപ്പ് രാജ്യത്തേക്ക് പോയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഭാഷ, 2 ജോലി കിട്ടുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെന്ന വരയിൽ ഉള്ള ക്വാളിഫിക്കേഷന് തുല്യമായിട്ടുള്ള ഒരു ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. പഠിച്ച് ഇപ്പോൾ ഒരു ഡോക്ടർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറായിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനായിട്ടുള്ള പല ഫാക്ടേഴ്സ്, ഈ ലാംഗ്വേജ് അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഒരു 5 വർഷമെങ്കിലും പിടിക്കും ഇവിടുത്തെ ലാംഗ്വേജും ഇവിടുത്തെ കൾച്ചറുമായിട്ടൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതിന്. അപ്പോൾ ഈ 5 വർഷം നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലികളായിരിക്കും ചെയ്തു വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യം ചെയ്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിഞ്ച് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ സിറിഞ്ച് അടുക്കുന്ന ജോലിയായിരുന്നു.
കാരണം അന്ന് ഇവിടെ ജീവിച്ചേ പറ്റുള്ളൂ. കാരണം എനിക്ക് 3 കുട്ടികളുണ്ട്. നാട്ടിൽ കുട്ടിക്ക് 5 വയസ്സായെന്ന് അപ്പൻ അറിയുന്നത് സ്കൂളിൽ ചേർക്കാൻ നേരത്തെ. പക്ഷെ ഇവിടെ അങ്ങനല്ല. കുട്ടി ഈ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം മുതൽ നമുക്കാണ് ഉത്തരവാദിത്തം കൂടുതൽ. തീർച്ചയായിട്ടും ഈ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഉത്തരവാദിത്തം ഈ ഭാര്യയും ഭർത്താവും തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സുഹൃത്തുക്കളുണ്ടെന്ന് വരികയിലും ബന്ധുക്കാരുണ്ടെന്ന് വരികയിലും അവരെല്ലാവരും ജോലിക്ക് പോകും. നമ്മൾ തന്നെ ജീവിതവുമായിട്ട് കഷ്ടപ്പെട്ട് ജീവിതവുമായിട്ട് യുദ്ധം ചെയ്താണ് ഇവിടെ കയറിയിരിക്കുന്നത്. എനിക്കുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ 2 വർഷത്തേക്ക് ഇതുപോലുള്ള യൂറോപ്യൻ രാജ്യത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുകയാണെങ്കിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവർ പഠിക്കും. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ മര്യാദക്കാരായെന്നേ. നമ്മൾ തീർച്ചയായും ശ്രീകുമാറെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ നിയമം ലംഘിക്കപ്പെടാനുള്ളതാണ്. ഈ സ്വിറ്റ്സർലൻഡിൽ അല്ലെന്നല്ല യൂറോപ്പിലുള്ളത് ഞാൻ കണ്ടിരിക്കുന്ന നിയമം അനുസരിക്കാനുള്ളതാണ്. നാട്ടിൽ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടെന്ന് വരിൽ ചെയ്തില്ലെങ്കിൽ നീ എന്ത് കാണിക്കും? തീർച്ചയായിട്ടും താങ്കളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ വന്നു, ഞങ്ങൾ ഇതെല്ലാം പഠിച്ചു, ഞങ്ങൾ മര്യാദ പഠിച്ചു. അപ്പം നമ്മൾ നാട്ടിൽ ചെല്ലുന്നു, ഒരു മകനെയോ മകളെയോ ഒരു ക്യൂ നിൽക്കാൻ പറഞ്ഞു വിടുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പറയും? ഇടേ ക്യൂ നിൽക്കരുത്, തള്ളി കയറണമെന്ന് പറയും അല്ലേ? ഇല്ല, സംഗതി ശരിയാണ്. ഞാൻ നാട്ടിൽ ഞാൻ പറഞ്ഞ ഒരു അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ ഉണ്ടെന്ന് വരില്ല, ക്യൂവിന്റെ പുറകിലെ ആൾ നിൽക്കുള്ളൂ. ഒരാൾ മുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ആ ക്യൂ നിൽക്കുന്ന ആൾ നോക്കും, ഇവൻ എവിടുന്ന് വന്ന ആളാണ്, ഇവൻ എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നതെന്ന് വരും. ഒരു ചെറിയ ക്യൂവിന്റെ കാര്യം മാത്രം എടുക്കും. അല്ല, അവിടെ ബിവറേജ് കോർപ്പറേഷൻ അല്ലാതെ വേറെ എവിടെയെങ്കിലും നല്ലൊരു ക്യൂ കണ്ടിട്ടുണ്ടോ? ആ പറഞ്ഞത് ശരിയാണ്. ഇപ്പം നാട്ടില് മദ്യാസക്തി കൂടി വരുന്നതെന്നുള്ള കണ്ടാണ്. പുകവലി കുറഞ്ഞിരിക്കുന്നു, മദ്യാസക്തി കൂടി വരുന്നു. കോട്ടെ, നാടിനെ വിടാം. ഇവിടുത്തെ കാര്യം വെച്ച് ഈ സംഘടനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 23 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കുറഞ്ഞത് ഒരു 5-6 വലിയ സംഘടനകളിൽ ഞാൻ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു സംഘടനയായിട്ട് ഒരു കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നുള്ളതല്ലാതെ മറ്റൊരു സംഘടനയായിട്ട് യാതൊരു വൈരാഗ്യമോ അല്ലെന്ന് വരില്ല, അവൻ അതിലുള്ളത് കൊണ്ട് ഞാൻ അതിൽ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10, 500, 1000 പേര് സംബന്ധിക്കുന്ന പരിപാടികളിലെല്ലാം മാറ്റം കണ്ടുകൊണ്ട് നാട്ടിലെ നമ്മുടെ ഈ റീജിയണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ നാട്ടുകൂട്ടം എന്ന് പറയുന്ന പോലെ ഈ ചെറിയ കൂട്ടങ്ങൾ ഇപ്പോൾ ഇവിടെ പൊങ്ങി വരുന്നുണ്ട്. അത് എനിക്കൊന്ന് UK-ലും തുടങ്ങി. ഈ നെടുമ്പാശ്ശേരി കൂട്ടം അല്ലെന്ന് വരില്ല, കോട്ടയത്തുള്ള ഒരു അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കൂട്ടം അങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ കുറച്ചൊന്ന് കറങ്ങി. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥയല്ല മലയാളികൾ അല്ലേ? ഓരോ കുറച്ച് സിറ്റി, അതായത് ഇപ്പം ജർമ്മൻ സംസാരിക്കുന്ന ഏരിയയിലാണ് മലയാളികളും കൂടുതലായിട്ട് കാണുന്നത്. ബാക്കി ഇവിടെ ഇപ്പം സ്വിറ്റ്സർലൻഡിൽ തന്നെ 2-3 ഭാഷയുണ്ട്, 4 ഭാഷയുണ്ട്. ഇവിടെ ജർമ്മൻ സംസാരിക്കുന്നുണ്ട്. ഫ്രഞ്ചിന്റെ ബോർഡർ അടുത്ത് കിടക്കുന്നിടത്ത് ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. അവിടെ പോയി ജോലി ചെയ്യണമെങ്കിൽ ഫ്രഞ്ച് അറിഞ്ഞിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കൂടുതലും ഡിപ്ലോമാറ്റ്സുകളാണ്. ഈ ജനീവ അവിടെയാണ്, അവിടെ ഒത്തിരി മലയാളികളുണ്ട്. ജനീവ ഈ ഗവൺമെന്റ് സൈഡിൽ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് ജനീവ ഏരിയയിൽ പോകണമെങ്കിൽ ഫ്രഞ്ച് അറിഞ്ഞിരിക്കണം. ജർമ്മൻ ഇറ്റലിയുടെ ബോർഡറിലേക്ക് ഇല്ലാണെന്ന് ഒരു ഇറ്റാലിയനാണ് സംസാരിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിനാണ് കൂടി നടുക്ക് ഈ 3 ഭാഷയും കൂടെ കൂട്ടി ഒരു റൊമാനിഷ് എന്നും പറഞ്ഞൊരു ഭാഷയുണ്ട്. അങ്ങനെ 4 ഭാഷയുണ്ട് ഈ ചെറിയ രാജ്യത്ത്. പക്ഷെ നമ്മൾ വളരെയധികം നല്ല കാര്യങ്ങൾ ഈ രാജ്യത്ത് നിന്ന് കണ്ടുപഠിക്കാനുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുണ്ട്. നമ്മളുടെ ആ ഒരു പുക്കിൾക്കൊടി ബന്ധം എപ്പോഴും കേരളത്തിനോടും നമ്മുടെ മാതൃഭാഷയോടുമുണ്ട്. തിരിച്ചു പോകുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? തിരിച്ചു പോകുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എനിക്ക് പോകുമെന്നും പോകത്തില്ലെന്നും പറയാൻ പറ്റിയല്ല. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.